ഇത് വെറുതെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയല്ലേ കൂട്ടുകാരെ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് ഇതേപോലെ മാറ്റം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പാക്ക് തയ്യാറാക്കാൻ ഈ പറയുന്ന കാര്യം ആദ്യമേ നമ്മൾ ചെയ്യണം. അതിനുശേഷമാണ് നമ്മുടെ പാക്കിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. ആദ്യമേ നല്ലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ല പോലെ ഇത് ചൂടാക്കി എടുക്കണം. ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ കളറെല്ലാം മാറി നല്ല കോഫി കളറായി മാറും. മഞ്ഞൾപ്പൊടി ചൂടാക്കുന്നതും തോറും നമ്മുടെ സ്കിന്നിന് ഇടുമ്പോൾ അതിൻ്റെ പ്രയോജനം വളരെയധികം കൂടുതലായി നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. അങ്ങനെ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇത് തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചൂടാക്കേണ്ടത്. തീ കൂട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തീ കയറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചേർക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ പൊടി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലെൻസ് ആക്കാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും നമ്മുടെ റോ മിൽക്കിൽ നിന്ന് സാധിക്കും. അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള പച്ചപ്പാലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പാല് ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ അതല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പാല് ചേർത്ത് നല്ല പോലെ ഇത് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിനും കൈകൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. തേച്ച് പിടിപ്പിച്ച് ഒരു 3 മിനിറ്റോളം വെക്കണം. അധികം അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ വേണ്ട. 3 മിനിറ്റിന് ശേഷം കഴിയപ്പോൾ ഉള്ള മാറ്റം കണ്ടോ? ഈ ഒരു റിസൾട്ട് കണ്ട് ഞാൻ ഷോക്കായി. കഴുകിയപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കൂടിയത് കണ്ടോ? കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്ക്. 100% നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതാണ്.